എറണാകുളം കോതമംഗലം വടക്കും ഭാഗത്ത് കാട്ടാന കിണറ്റിൽ വീണു. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറ്റിലാണ് ആന വീണത്. സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ എത്താതെ ആനയെ കയറ്റാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. ഇവരുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, വലിയ പ്രതിഷേധമാണോ നാട്ടുകാരുടെ ഭാഗത്തിനും ഉണ്ടായത്? എന്താണ് നിലവിലെ സാഹചര്യം? കെ.പി. തഹസിൽദാർ എത്തിയിട്ടുണ്ട്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാരും വന്നിട്ടുണ്ട്. ഇവരുമായി തഹസിൽദാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് കോതമംഗലം കോട്ടപ്പടി വടക്കും ഭാഗത്ത് കാട്ടാന കിണറ്റിൽ വീണത്. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലുള്ള കിണറ്റിലാണ് ഇന്ന് രാവിലെ കാട്ടാനയെ കണ്ടെത്തിയത്. തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീ കിണറ്റിൽ എന്തോ അനങ്ങുന്നത് കണ്ട് നോക്കിയപ്പോഴാണ് കാട്ടാന കിണറ്റിൽ വീണ് കിടക്കുന്നത് കണ്ടത്. പിന്നീട് നാട്ടുകാരെത്തി. അവിടെ വലിയ പ്രതിഷേധമായിരുന്നു. നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഇത് കാട്ടാന ശല്യമുള്ളൊരു സ്ഥലമാണ്. പല സമയങ്ങളിലായി നാട്ടുകാർ ഇക്കാര്യങ്ങൾ പരാതിപ്പെട്ടതാണ്. ഇടയ്ക്ക് ഇതുപോലെ കാട്ടാന ശല്യം ഉണ്ടാകുമ്പോൾ വനപാലകരെത്തി കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തിവിടുക മാത്രമാണ് ചെയ്യുന്നത്. ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിൽ പോലും ഫലപ്രദമായ രീതിയിൽ ഇതുവരെ ഫെൻസിംഗ് ഈ ഭാഗത്തില്ല. ഈ കോട്ടപ്പടി ഭാഗമെന്ന് പറയുന്നത് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള കോട്ടപ്പടി വനമേഖലയിൽ നിന്നാണ് കോട്ടപ്പാറ വനമേഖലയിൽ നിന്നാണ് കാട്ടാന ഇവിടേക്ക് എത്തുന്നത് നാട്ടുകാർ പറയുന്നത്. കോട്ടപ്പടി വടക്കും ഭാഗം വിച്ചാട്ട് വർഗീസിന്റെ വീട്ടിലെ കിണറ്റിലാണ് ആന വീണത്. ഈ വർഷം 2 തവണയാണ് ഈ ഭാഗത്ത് ആന കിണറ്റിൽ വീഴുന്നത്. ഇതിനു മുൻപ് ഇങ്ങനെ ആന കിണറ്റിൽ വീണപ്പോഴും നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. കാട്ടാനയെ കയറ്റി തിരികെ കാട്ടിലേക്ക് കയറ്റി വിടും. പിന്നീട് ഫോറസ്റ്റ് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. എന്തായാലും ഈ കിണറ്റിൽ ആന വീണതോടുകൂടി ഇനിയിപ്പോൾ ഈ വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീടിനോട് ചേർന്നുള്ള കിണറ്റിലാണ് ആന വീണത്. ഈ കിണറ്റിലെ വെള്ളവും ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിരിക്കും. കാരണം ഇനിയിപ്പോൾ ആനയെ JCB ഉപയോഗിച്ച് ആ കിണർ നികത്തിയായിരിക്കും ആനയെ പുറത്തേക്ക് കയറ്റി വിടുക. എന്തായാലും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. തഹസിൽദാർ എത്തി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാരുമായി ചർച്ച നടത്തുകയാണ്. DFO അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി തങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാതെ ആനയെ കയറ്റാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാരുള്ളത്. KP. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.